ഹായ് ഗൈസ്, ഇന്ന് കർക്കിടക വാവാണല്ലോ, കാരണവന്മാർക്ക് വെച്ച് കൊടുക്കുന്ന ദിവസം. അപ്പം ഞാനിത് ഇന്ന് എൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. എല്ലാ വർഷവും ഞാൻ പോവാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഏട്ടനും കൂടെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ആളിന്നൊരു മരിച്ചതിൻ്റെ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ലീവാക്കി വന്നതായിരുന്നേ. കണ്ണൂക്ക് എന്നൊക്കെ പറയും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ വന്ന് കാടും മലയും എല്ലാം കഴിഞ്ഞ് എൻ്റെ കൊച്ചു സ്വർഗ്ഗത്തിലെത്തിയിട്ട് അവിടെ എത്തുമ്പോഴേക്കും തന്നെ അച്ഛൻ കോഴിനെ പിടിച്ചിട്ട് കോഴിക്ക് പൂമ്പെള്ളം തെളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ആ വെള്ളത്തിൽ കുറച്ച് മന്ദാരത്തിൻ്റെ ഇല പറിച്ചിട്ടുണ്ടായിരുന്നു, തുളസി ഇല, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളമാണ് നമ്മൾ കോഴിൻ്റെ തലയിൽ തെളിച്ചു കൊടുക്കുക. അങ്ങനെ അച്ഛനും അമ്മയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും തന്നെ കോഴിക്ക് പൂമ്പെള്ളം തെളിക്കുന്ന പോലെ ഇങ്ങനെ തെളിച്ചു വിട്ടാൽ അങ്ങനെ തെളിച്ചു കഴിഞ്ഞാൽ കോഴി നല്ലപോലെ തല കുടഞ്ഞു കഴിഞ്ഞ് ശേഷമേ കോഴിനെ കൊല്ലാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. ഞാൻ പിന്നെ ഇതെല്ലാം കണ്ടും കേട്ടും വളർന്നത് കൊണ്ട് തന്നെ എനിക്കിതിലൊരു വിശ്വാസമില്ലായ്മയില്ല. അങ്ങനെ അച്ഛനും ഏട്ടനൊക്കെ അപ്പുറത്ത് നിന്ന് കോഴി നന്നാക്കണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് അടുപ്പിൽ തന്നെ വെക്കാം, ഗ്യാസിൽ വെക്കണ്ട, ഗ്യാസിൽ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, നാടൻ കോഴിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അപ്പുറത്ത് നിന്ന് എന്തൊക്കെയോ പറയണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് നടന്നപ്പോൾ പറഞ്ഞു ഈ പെണ്ണിന് തന്നെയാണ് പണി, വീട്ടിൽ നടക്കുന്ന സംഭവം മൊത്തം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഈ മൊബൈലും പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അപ്പുറത്ത് നിന്ന് എന്നെ എന്തൊക്കെയോ ചീത്ത പറയണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ പേരക്കായ ഇഷ്ടത്തിനാണ് പേരക്കായ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം വലിച്ചൊരു കവറിലാക്കി വെച്ച ശേഷം ഒരു കുഞ്ഞു കുമ്പളങ്ങയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കുമ്പളങ്ങ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചമ്പളങ്ങ, അത്ര വലുപ്പമൊന്നും ആയിട്ടില്ല, മൂപ്പൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ വള്ളി മൊത്തം കരിഞ്ഞ് വാടിപ്പോയ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ കുമ്പളങ്ങനെയൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് മാറ്റി വെച്ചിട്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ കോഴിയും കുമ്പളങ്ങയും അടുപ്പിൽ കിടന്നിട്ട് ഇങ്ങനെ ഒരു വിധം ചുരുണ്ട് സെറ്റായി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പിൽ വയ്ക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം ടേസ്റ്റ് ആണല്ലോ. അതും നാടൻ കോഴി അടുപ്പിൽ വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്യാസിൽ വെക്കാം, കുക്കറിലൊക്കെ ഇട്ട് അടിക്കാം. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമ്മൾ അടുപ്പിൽ വിറകിട്ട് കത്തിച്ച് വെക്കുന്നതാണല്ലോ. അപ്പോൾ അത് എന്തായാലും അവരുടെ ഒരു താല്പര്യമില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ അടുപ്പൊക്കെ കത്തിച്ചുട്ടാ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും കോഴിയും കുമ്പളങ്ങയും എല്ലാം റെഡിയായ ശേഷം ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ 4 ഇല വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് വന്നിട്ട് അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അമ്മൻ്റെ അമ്മ, അമ്മൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഒരു 4 ഇലയും കറക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ 4 കുറേശ്ശെ എടുത്തിട്ട് വിറകിൻ്റെ മുകളിൽ കാക്ക വരുന്ന സ്ഥലത്ത് നോക്കിയിട്ട്, അതായത് എൻ്റെ വീടിൻ്റെ ബാക്കിലായിരുന്നു കേട്ടോ അതുകൊണ്ട് വെച്ചത്. അങ്ങനെ വിറകിൻ്റെ മുകളിൽ അച്ഛനും അമ്മയും കൂടെ അതുകൊണ്ട് വെച്ചിട്ട് വന്നിട്ട് കാക്കനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറേ സമയം കഴിഞ്ഞപ്പോൾ കാക്ക വന്നു. പക്ഷേ അതിൻ്റെ മുമ്പ് അമ്മ വീണ്ടും 3 പ്രാവശ്യം പോയിട്ട് അതിൽ പൂമ്പെള്ളമൊക്കെ തെളിച്ച് നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ കാക്കനെ നോക്കി ഞാൻ ഇപ്പുറത്തെ സൈഡ് എപ്പോഴാണ് കാക്ക വരണമെന്ന് പറഞ്ഞ് നോക്കി നിന്നു കേട്ടോ. അപ്പോഴേക്കും തന്നെ അമ്മ ആ ഇലയിൽ വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ചോറും ദോശയും ചിക്കനും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട്, അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്ത് കഴിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും തന്നെ അത് കുറേ കാക്കകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാക്ക വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചില കാക്കകൾ വന്ന് അതിന് കൊത്തി എടുത്തിട്ട് പോയിട്ട് അപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഒരു തൃപ്തിയാവുക. കാരണവന്മാർ വന്നു, നമ്മൾ വെച്ച ആ ഭക്ഷണം ആ കാരണവന്മാർ വന്ന് എടുത്തിട്ട് പോയി എന്നൊക്കെയാണ് കേട്ടോ പറയുക. പിന്നെ നമ്മൾ ചെറുപ്പം മുതലേ ഇതൊക്കെ കണ്ട് വളർന്ന് ശീലിച്ചതുകൊണ്ട് നമുക്കും ഇതിൽ ചെറിയൊരു വിശ്വാസമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കാക്കകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടമൊക്കെ ഇട്ട് പറന്നു. അങ്ങനെ നമ്മൾ വെച്ച സംഭവങ്ങളൊക്കെ കാക്കി എടുത്തിട്ട് പോയിട്ടാ. അപ്പോഴേക്കും തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണമെങ്കിൽ. അപ്പോൾ കുറച്ച് നേരം അവിടെ നോക്കി നിന്ന ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ആ പ്രസാദമായിരുന്നു കഴിച്ചത്. പ്രസാദമൊക്കെ കഴിച്ചു, കുറച്ച് ചോറൊക്കെ വയറ് നിറച്ച് കഴിച്ച ശേഷം ബാക്കിയുള്ളത് അമ്മ പറഞ്ഞു കുറച്ച് ആക്കിയിട്ട് പൊക്കോന്ന് പറഞ്ഞു ബാക്കിയുള്ളത് പാർസലാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ.